ലേൺ ആൻഡ് സ്വിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് ഹൗ ടു ജംപ് ഇൻ ദ വാട്ടർ എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ ചിലരുടെയൊക്കെ മനസ്സിലുണ്ടാവും ഇതിപ്പോൾ ഈ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തിനു വീഡിയോ എടുക്കണേ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയല്ല. കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തിനാ ജോയിൽ വീഡിയോ എടുക്കണേന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് ബിഗിനേഴ്സിനുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കൂടുതലും പറയുന്നത്. നന്നായിട്ട് സ്വിം ചെയ്യുന്ന ആൾക്കാർ, സ്റ്റേറ്റ് ലെവലിലോ നാഷണൽ ലെവലിലൊക്കെ സ്വിം ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആലപ്പുഴ കായലിലൊക്കെ കടന്ന് കളിച്ച് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ സില്ലിയായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഇത് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കും കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളും നല്ലൊരു ടിപ്പോട് കൂടിയിട്ട് ഞാൻ പറയുന്നത്. എനിക്കറിയാം ഈ വീഡിയോ പൂളിൽ പോയിട്ട് ജമ്പ് ചെയ്ത് കാണിച്ച് തന്നെ എടുക്കേണ്ട ഒരു വീഡിയോ ആണെന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും പനിക്കായിട്ട് കിടപ്പായിരുന്നു. പക്ഷേ പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല. പക്ഷേ ഈ കിടപ്പും ഈ ഇരിപ്പൊക്കെ വളരെയധികം മുരടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ചെറിയൊരു ആശ്വാസം വന്നപ്പോൾ നമുക്കൊരു വീഡിയോ എടുത്തേക്കാം എന്നുള്ളൊരു മൈൻഡിൽ വന്നതാണ്. പക്ഷേ എങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഉപകാരപ്രദമാകുന്ന രീതിയിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ ഞാൻ കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ജമ്പ് ചെയ്തില്ലെങ്കിലും എന്താ വലിയ കുഴപ്പമുണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ല ജമ്പ് ചെയ്തില്ലെങ്കിലും. പക്ഷെ ചിലവർക്കത് ജമ്പ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ആൾക്കാരുണ്ട്. ചില ജോലിയുടെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ സ്കൂബ ഡൈവിങ്, അതുപോലെ നേവലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ട്രെയിനിങ് പീരീഡിലൊക്കെ ജമ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ പല അങ്ങനത്തെ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിക്ക ജോലികൾക്കും അവരുടെ ട്രെയിനിങ് പീരീഡെങ്കിലും ജമ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്വിമ്മിങ് ഒക്കെ പഠിച്ച് പോയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നിങ്ങളെങ്കിൽ ഈ ജമ്പ് ചെയ്യാൻ പറയുമ്പോൾ ടക്ക് എന്ന് വെച്ചിട്ട് പേടി വരും, നല്ല പേടി വരും. അപ്പോൾ അത് എങ്ങനെ ആ പേടി മാറ്റാം, എങ്ങനെ നമുക്ക് സുഖമായിട്ട് ജമ്പ് ചെയ്യാം? ജമ്പ് ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ലാത്ത കാര്യമാണ്. ആ ചാടുന്ന സമയത്തും ആ വെള്ളത്തിലേക്ക് വരുന്ന സമയത്തും മാത്രം, ആ എയറിലുള്ള ഒരു സമയത്ത് മാത്രമുള്ള ഒരു ചെറിയൊരു ഒരു സംഭവം ഉണ്ടല്ലോ, ഊഞ്ഞാലിലൊക്കെ ആടുന്ന പോലത്തെ ഒരു സംഭവമാണത്. അതൊരു 4 തവണ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. പക്ഷെ ജമ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം അത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അപകടം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. സ്ട്രെയിറ്റ് ജമ്പ് അല്ലെങ്കിൽ നോർമൽ ജമ്പ് എന്നൊക്കെയാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ട ഈ ജമ്പിനെ പറയാം. ഇനി ഞാനതൊന്ന് സ്ലോ മോഷനിൽ ഇട്ട് കാണിച്ചു തരാം. നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്ക്. അദ്ദേഹത്തിൻ്റെ കാലുകൾ കൂട്ടിപ്പിടിച്ചേക്കുന്നത് കണ്ടോ? കാലുകൾ വളരെയധികം ക്ലോസ് ചെയ്തിട്ടാണ് അദ്ദേഹം ചാടുന്നത്. അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിൻ്റെ തൈയുടെ അവിടെ ലോക്ക് ചെയ്തേക്കുന്നുണ്ടോ? ഓക്കെ, ഇതായിരിക്കണം നിങ്ങൾ ജമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പൊസിഷൻ. കാരണം കാല് കൂട്ടിപ്പിടിക്കണം, കൈ അറ്റൻഷൻ എന്ന നിലയിൽ നമ്മൾ കൈയോട് ചേർത്ത് പിടിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ അവിടെ നിന്ന് പോവാനായിട്ട് പാടില്ല. വേണമെങ്കിൽ നമ്മുടെ സൂട്ടും ഒന്ന് മുറുക്കെ പിടിച്ചോ, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ പിടിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ കൈ രണ്ടും കൂപ്പി തലയുടെ മുകളിലേക്ക് മാക്സിമം സ്ട്രെയിറ്റ് മുകളിലേക്ക് വെക്കുക, മാക്സിമം മുകളിലേക്ക് വെക്കുക. കാരണം ഇവിടെ ഇടിക്കാനായിട്ട് പാടില്ല. ഇത് കുറച്ചും കൂടി സേഫ് അല്ലാത്തൊരു സംഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി പറയാനായിട്ടുള്ളത്. എപ്പോഴും നമ്മുടെ തൈയോട് കൂടി ചേർന്ന് പിടിക്കുക എന്നുള്ളതാണ്. പറയുമ്പോൾ ഞാൻ എല്ലാം കൂടിയിട്ട് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഇനി ഇങ്ങനെ പിടിച്ചില്ല എങ്കിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ ഞാൻ പറയാനായിട്ട് പോവുകയാണ്. കൈ എന്തിനാണ് ഒന്നുകിൽ ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ മുകളിലേക്കും പിടിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം, ഈ കൈ ഒരു കാരണവശാലും ഇങ്ങനെ സ്ട്രെയിറ്റ് ആവരുത്, ഈ കുരിശ് പോലെ ആവരുത്. കൈ രണ്ടും ഇങ്ങനെ പ്ലസ് പോലെ ആവാനായിട്ട് പാടില്ല. ജമ്പ് ചെയ്യുന്ന സമയത്ത് എയറിൽ ഒരിക്കലും അങ്ങനെ ആവാനായിട്ട് പാടില്ല. നല്ല ഹൈറ്റിൽ നിന്നൊക്കെയാണ് നിങ്ങൾ ചാടുന്നത് എങ്കിൽ കൈ ഇതുപോലെ സൈഡിലേക്ക് വൈഡായി പോയി കഴിഞ്ഞാൽ ഈ ഷോൾഡർ തെന്നാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഭയങ്കര പെയിനായിട്ടുള്ളൊരു സംഭവമാണ്. അതൊക്കെ നല്ല മുകളിൽ നിന്ന് ചാടുമ്പോഴുള്ള ഒരു കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഒരു 4 അടി 5 അടി ഫീറ്റ് അല്ലെങ്കിൽ 10 അടി ഫീറ്റിൽ നിന്നൊക്കെ ചാടുന്നതിനെ കുറിച്ചല്ല. അതിൽ കൂടുതൽ മുകളിൽ നിന്നൊക്കെ ചാടുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ എയറിൽ വെച്ചിട്ട് കൈ നേരെ ഇങ്ങനെ പോകും.
അതും പാടില്ല, അതും തെറ്റാ. മുകളിൽ വെച്ച് കഴിഞ്ഞാലും ചാടുന്ന സമയത്ത് കൈ ഇങ്ങനെ പോവാനും പാടില്ല. അത് കൈയുടെ കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ്. പിന്നെ കാല് കൂട്ടി പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാല് അകത്തി പിടിക്കാനായിട്ട് പാടില്ല. അതുപോലെ ചാടുന്ന സമയത്ത് ഇരിക്കാനായിട്ട് പാടില്ല. ചാടുന്ന സമയത്ത് തല അടിയിലേക്ക് ഇങ്ങനെ 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 കുനിക്കാനായിട്ടൊന്നും പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് ചാടുക, ബോഡി സ്ട്രെയിറ്റ് ആവുക. വെള്ളത്തിലെത്തിയതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊന്ന് ഇരിക്കാം. അതായത് കാല് ഇപ്പം നേരെ പോവുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിലെത്തുമ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് ഇരുന്ന് കൊടുക്കാം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം അടിയിലേക്ക് പോകേണ്ടതായിട്ട് വരില്ല. ചിലവർക്ക് ഈ ചാട്ടം എന്നുള്ളത് വളരെയധികം ആസ്വാദകരമായിട്ടുള്ളൊരു സംഭവമാണ്. അവർക്ക് വേണമെങ്കിൽ പൊക്കോട്ടെ. നമുക്ക് പേടിയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെയാണ് ഞാൻ പറയണത്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോണു, വെള്ളത്തിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് കാലൊന്ന് നമ്മൾ ഈ ഇരിക്കില്ലേ, നിലത്തൊക്കെ കാല് നീട്ടിയിരിക്കില്ലേ, അതേപോലെ ജസ്റ്റ് ഒന്ന് കാലൊന്ന് നീട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അധികം താഴ്ത്തിക്ക് പോവില്ല. അത് വെള്ളത്തിൻ്റെ അടിയിലെത്തിയതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഒരു സംഭവം ഞാൻ പറഞ്ഞല്ലോ. ചാട്ടം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. സ്വിമ്മിങ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർബന്ധം. പക്ഷെ ചിലവർക്ക് ചാടാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, ഇതെങ്ങനെ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവർക്കുള്ളതാണ് ഈ സംഭവം. പിന്നെ വേറെ ആൾക്കാരുണ്ടാവും ഈ പറഞ്ഞ പോലെ ജോലിക്കൊക്കെ ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് മസ്റ്റായിട്ട് ചാടണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ മാക്സിമം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ആണ് കൂടുതലും ഞാൻ ഈ ഫോക്കസ് ചെയ്യണത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ചാടുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. എന്നാലും നോർമലായ ആൾക്കാർക്കും ഇത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഇത് കണ്ടോ, ജസ്റ്റ് ഒന്ന് ചാടാൻ പോകുന്ന സമയത്ത് നമ്മൾ മുകളിലേക്ക് ജമ്പ് ചെയ്യണു, എന്നിട്ട് ഈ മുട്ട് വന്നിട്ട് ചെസ്റ്റിലൊന്ന് ടച്ച് ചെയ്തിട്ട് ഒന്നിരിക്കുന്നു. അത് അത്രയ്ക്കും പ്രാക്ടീസൊക്കെ ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ഒരു സംഭവമാണ്. നല്ലൊരു രസമാണ്. ചാടുന്ന ആൾക്കാർ അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാനൊക്കെ ചെയ്തിട്ടുള്ളതാണ്, ചെയ്യാറുള്ളതാണ്. അതൊന്ന് ട്രൈ ചെയ്യുക. പക്ഷേ ആദ്യം തന്നെ ചെന്നിട്ട് ഇതുപോലെ ചെയ്യാനായിട്ട് പാടില്ല. ഞാൻ അതൊന്നുകൂടി സ്ലോ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ജസ്റ്റ് ചാടുന്ന സമയത്ത് ആ മുട്ട് നെഞ്ചുമ്പോൾ മുട്ടണു, എന്നിട്ടാണ് വെള്ളത്തിലേക്ക് വരുന്നത്. ആ വെള്ളത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കാല് കറക്റ്റാണ്, കൈ കറക്റ്റാണ്, കറക്റ്റായിട്ട് തന്നെയാണ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ചാടുന്ന ആൾക്കാർ ഇതുപോലെ നോർമലായിട്ടാവില്ല ചാടാ. അവർക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ലൈഫ് ജാക്കറ്റോട് കൂടി ചാടുന്ന ഒരു സംഭവം ഇങ്ങനെ ചാടുന്നതും തമ്മിൽ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് അതായിരിക്കും കുറച്ചുകൂടി ഈസി എന്നുള്ളത്. ഒരിക്കലും അല്ല, ഇതാണ് ഈസി. ഒന്നുമില്ലാതെ ലൈഫ് ജാക്കറ്റ് ഒന്നുമില്ലാതെ ചാടുന്നതാണ് കുറച്ചുകൂടി ഈസി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈഫ് ജാക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ മുങ്ങാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധനം നമ്മളെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മൾ മുകളിൽ നിന്ന് വീഴുന്നു, നമ്മുടെ ഭാരം അടിയിലേക്ക് പോകാനായിട്ട് നോക്കുന്ന സമയത്ത് ഈ ലൈഫ് ജാക്കറ്റ് വെള്ളത്തിൽ അടിച്ച് നമ്മളെ മുകളിൽ തന്നെ നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ഒരു ജെർക്കിങ് ഉണ്ടല്ലോ, അത് സേഫായിട്ട് നമ്മുടെ ബോഡി സെറ്റ് ചെയ്ത് പിടിച്ചില്ല എങ്കിൽ അത് നമുക്ക് അപകടങ്ങൾ വരാനായിട്ട് നല്ല സാധ്യതയുള്ളൊരു സംഭവമാണ്. ഞാനിത് പേടിക്കാൻ വേണ്ടി പറയണതല്ല, നിങ്ങൾ സേഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ ഞാൻ ഈ പറയുന്നത് മാത്രം വെച്ചിട്ട് പേടിച്ച് ഇതൊന്നും ചെയ്യാതിരിക്കരുത്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതും കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് ചാടുന്ന സമയത്ത് ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചാടുന്ന സമയത്ത് ഒന്നുകിൽ കൈ തൈയുടെ അവിടെ വയ്ക്കുക, അല്ലെങ്കിൽ മുകളിൽ വയ്ക്കുക എന്നുള്ളത്. ഈ ലൈഫ് ജാക്കറ്റ് ഇല്ലാണ്ട് ചാടുമ്പോൾ നമ്മൾ ബോഡി ഫുള്ളായിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്നതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് കൈ അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോവല്ലേ. വെള്ളം അധികം കട്ടിയില്ലാത്തൊരു സംഭവമാണല്ലോ. പക്ഷേ ലൈഫ് ജാക്കറ്റിലുള്ള സമയമാണെങ്കിൽ ഈ അടി വരുന്നത് കുറച്ചുകൂടി നല്ല പവറിലായിരിക്കും അടി വരുന്നത്. കാരണം നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്നില്ല, നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ കൈൻ്റെ ഇവിടെ നിന്ന് എന്താ പറയേണ്ടത്, ആ സംഭവം കുറച്ച് സീനാണ്. കാരണം അത് അവിടെ നിന്ന് ആ ജോയിൻറ്റിൽ നിന്ന് വിട്ടു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കണം എന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ആ കൈ വെക്കുന്നത്
കൃത്യമായിരിക്കണം ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് ചെയ്യുന്നവർ. ഈ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് ചാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മളിപ്പോൾ ഒരു ഫോട്ടോയിൽ നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. അതായത് ആദ്യം ഒരു കൈയെടുത്ത് നമ്മൾ മൂക്ക് പൊത്തുന്നു. അറ്റ് ദ സെയിം ടൈം രണ്ടാമത്തെ ആ കൈയെടുത്തിട്ട് നമ്മുടെ ഇവിടെ ജാക്കറ്റ് ഉണ്ടാവും, ഈ ജാക്കറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുറുക്ക പിടിക്കുക. ഇതൊരു ലോക്കാണ്. കൈ ഒരിക്കലും ഇവിടെ നിന്ന് അഴിഞ്ഞു പോകില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത്. ആദ്യത്തെ കൈ എടുത്തിട്ട് ഇവിടെ പിടിക്കുക. അത് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് പിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ മൂക്ക് പൊത്തി അറ്റ് ദ സെയിം ടൈം ഈ കൈയിനെ കവർ ചെയ്തുകൊണ്ട് ഇവിടെ ലൈഫ് ജാക്കറ്റിൻ്റെ ഒരു ഇതുണ്ടാവും, ഷോൾഡറിൻ്റെ ഇവിടെ മുറുക്ക പിടിക്കുക. അപ്പം ഈ കൈ ഇങ്ങനെ ഇവിടെ ഉണ്ടാവും. ഇത് മാക്സിമം ക്ലോസ് ചെയ്യുക, നമ്മുടെ ബോഡിയോട് മാക്സിമം അടുപ്പിച്ച് പിടിക്കുക, എന്നിട്ട് പോയി ചാടുക. അപ്പോൾ ഇതും വലിയ പ്രോബ്ലം വരാത്തൊരു സംഭവമാണ്, കാരണം കൈ ഒരിക്കലും വിട്ടു പോകുന്നില്ല. ഇതും കുറച്ചുകൂടി ഈസിയാണ്. ജാക്കറ്റ് ഇട്ട് ചാടുന്നവർ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇതാണ് കുറച്ചുകൂടി ഈസി. ഞാൻ പറയുന്നത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഫോട്ടോയിലും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ അപകടമൊന്നും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് ചാടാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ടെസ്റ്റുകളൊക്കെ വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെറിയ ഹൈറ്റിൽ നിന്നൊന്ന് ചാടി പഠിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ചായിട്ട് നമ്മൾ ഹൈറ്റ് കൂട്ടാനായിട്ട് ശ്രമിക്കുക. ഒറ്റയടിക്ക് പോയിട്ട് വലിയ ഹൈറ്റിൽ നിന്ന് ചാടുമ്പോഴായിരിക്കും കൂടുതൽ പേടി വരിക. പിന്നെ ഒരു ദിവസം ഒരു ഹൈറ്റിൽ നിന്ന് ചാടുന്ന സമയത്ത്, ഇപ്പോൾ ഒരു 5 അടിയാണോ 10 അടിയാണോ ആ ഒരു അടിയിൽ നിന്ന് നിങ്ങൾ ചാടിക്കഴിഞ്ഞാൽ ഒരു ചാട്ടത്തിൽ നിർത്തരുത്. ഒരു മാക്സിമം ഒരു 5 തവണ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ 5-10 തവണ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പേടി മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെ പേടി മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റിൻ്റെ സമയത്ത് പോകുമ്പോൾ അധികം ടെൻഷൻ ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചാടാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു തവണ പോയിട്ട് ചാടുള്ളൂ. അപ്പോൾ ഒരു തവണ ചാടിയിട്ട് അപ്പോൾ ചാടിയില്ലോ എന്ന് വിചാരിച്ചിട്ട് പോകുമ്പോഴായിരിക്കും അവിടെ ചെല്ലുമ്പോൾ പിള്ളേർ ചാടുന്നതും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കിളി പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു 4-5 തവണ ചുരുങ്ങിയത് ഒന്ന് ചാടി പഠിച്ചു കഴിഞ്ഞാൽ എത്ര ഹൈറ്റാണോ ടെസ്റ്റിന് പറയുന്നത് അത്ര ഹൈറ്റിൽ തന്നെ നമുക്ക് ചാടാനായിട്ട് സാധിക്കും. ഇനി നോർമലായിട്ടുള്ള ആൾക്കാരായാലും ഇപ്പോൾ ചാടണം എന്നൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടാകും, പക്ഷെ കയറി കഴിയുമ്പോൾ വയറ് നിറച്ച് പേടിയായിട്ട് ഇറങ്ങിപ്പോരുന്ന കുറേ ടീമുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കും തന്നെയാണ് സംഭവം. കുറേ നാളത്തെ ശ്രമത്തിന് ശേഷമൊക്കെ ചിലപ്പോൾ ഒരു 8 അടിയിൽ നിന്നോ അല്ലെങ്കിൽ 10 അടിയിൽ നിന്നൊക്കെ താഴത്തേക്ക് ചാടിയിട്ടുണ്ടാവാം. ആ ചാടിക്കഴിഞ്ഞാൽ ആ സന്തോഷത്തിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോകും. പിന്നെ വരുന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ചാടാൻ കയറുമ്പോൾ വീണ്ടും അതിലേറെ പേടിയായിരിക്കും. അപ്പോൾ വൺസ് ചാടിക്കഴിഞ്ഞാൽ കയറി വീണ്ടും ചാടാനായിട്ട് നോക്കുക. അങ്ങനെ ഒരു 3-4-5 ദിവസം അടുപ്പിച്ച് ചാടിക്കഴിഞ്ഞാൽ ആ പേടിയൊക്കെ സുഖമായിട്ട് പോവും, നമുക്ക് ചാടാനായിട്ട് സാധിക്കും. പക്ഷേ ചാടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പൂളിൽ മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കണ്ട കായലിലും കുളത്തിലും വെള്ളക്കെട്ടിലൊക്കെ പോയി ചാടി തലയിടിച്ച് സ്റ്റിച്ചൊക്കെ ഇട്ട് അവിടെ കിടക്കേണ്ട അവസ്ഥ വരരുത്. ഞാൻ പല വീഡിയോസുകളും ചെയ്യുന്നുണ്ട്. സേഫ് അല്ലാത്ത സ്ഥലങ്ങളിൽ ചെയ്തിട്ട് ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മുടെ ഷോർട്ടിൽ കൂടുതൽ അങ്ങനത്തെ വീഡിയോസ് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്ക് അറിയാം ഈ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇവിടെയൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇത് സേഫായിട്ടുള്ള സ്ഥലത്ത് ചാടാം. കായലിലും ഈ പാറകൾ കൂടുതലുള്ള സ്ഥലത്ത്, നമ്മളൊക്കെ അറിയാത്ത സ്ഥലത്ത് പോയിട്ട് ചാടണ്ട. നമ്മൾ കൂടുതൽ സ്വിമ്മിംഗ് പൂൾ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതാണ് ചെയ്യുന്നത്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടുകൾ, ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കമൻറ്റിലൂടെ തന്നെ പറയേണ്ട ഡൗട്ടുകളാണെങ്കിൽ ഞാൻ കമൻറ്റിലൂടെ തന്നെ ക്ലിയർ ആക്കാം. അതല്ല പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ മറുപടി തരുന്നതായിരിക്കും. മാത്രമല്ല നല്ലൊരു ഇതിനെക്കുറിച്ച് വൈഡായിട്ട് പറയേണ്ട വല്ല സംഭവങ്ങളാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നതെങ്കിൽ ഇതുപോലൊരു വീഡിയോ ആക്കിയിട്ട് തന്നെ ഞാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വിഷയമായിട്ട് കടന്നു വരും. അതുവരേക്കും ബൈ.